ഹലോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എൻ്റെ റൊട്ടീനാണ് ഇതൊക്കെ. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കാണുമല്ലോ. നമ്മളിന്ന് രാവിലെ എണീറ്റ് കിച്ചണിലോട്ട് ചെല്ലുമ്പോൾ തന്നെ. ഇത് വാഴയ്ക്കയാണ്. വാഴയ്ക്ക നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ഉപ്പും പിന്നെ കുറച്ച് പച്ചമുളകും ഒക്കെ ആയിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. സോറി, ചായയല്ല, കാപ്പിയാണേ. അങ്ങനെ കാപ്പി എടുത്തതിന് ശേഷം നമ്മൾ അരിയൊന്ന് ഊറ്റിയിട്ടിട്ടുണ്ട്. പിന്നീട് നമുക്കിന്ന് രാവിലെ ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ചപ്പാത്തിയുടെ പരിപാടിയെല്ലാം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഒന്ന് പരത്തിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് തോരന് ഞാൻ കുറച്ച് തോരനൊക്കെ ഉള്ളെങ്കിൽ ഞാനിങ്ങനെ മിക്സിയിലൊന്നും അടിക്കത്തില്ല കേട്ടോ. പിന്നെ ഈ തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ജീരകവും പിന്നെന്താ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാറാണ് പതിവ്. പിന്നെ ഞാനിന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഉള്ളി വാട്ടാമെന്നാണ് തീരുമാനിച്ചത്. പിന്നെ ഈ ഉള്ളി ഇത്രയും അരിഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ട് നമ്മുടെ കടുകും വലിയ ജീരകവും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തിട്ട് അതൊന്ന് വാടാൻ വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങയ്ക്കകത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ആ ഉള്ളിയിലോട്ട് നമ്മൾ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുഴുങ്ങിയ 3 മുട്ടയും കൂടെ അതിനകത്തിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ചൊരു 2 മിനിറ്റോളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കറി നമുക്ക് റെഡിയാവും. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിലും ഒക്കെ വൈറലായൊരു ഫിഷ് ഫ്രൈ ആയിരുന്നു. നമ്മൾ പൊടികളെല്ലാം ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീൻ നിരത്തി വെച്ചിട്ട് അതൊന്ന് വേവിച്ച് പൊരിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നാണ് അത് പറ്റിയത്. അപ്പോഴത്തേക്കും ദാണ്ട നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദാണ്ട മുട്ടക്കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയിലോട്ട് പോയത് തന്നെയും. അപ്പോഴത്തേക്കും ദാണ്ട നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കിടന്നു, നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക്.